ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് അമേരിക്കയിലെ ബംഗ്ലാദേശ് ജനത. ഹിന്ദുക്കൾക്കെതിരെ സംഘടിത ആക്രമണമാണ് മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നരേന്ദ്രമോദി താമസിച്ച ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രകടനവുമായി എത്തിയാണ് ബംഗ്ലാദേശ് സ്വദേശികൾ ഇക്കാര്യം ഉന്നയിച്ചത്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് കലാപകാരികൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ്. കലാപകാരികൾ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും അവരുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അമേരിക്കയിലെ ബംഗ്ലാദേശി ജനത ആരോപിക്കുന്നു. Since that, our minority group in Bangladesh, especially Hindus, has been affected and has been killed. Their mandir has been destroyed, Gizra has been destroyed, lot of masjid has been destroyed because his terrorist group doesn't believe in a secular democracy. So we want the fair justice because they are making the drama. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂടുതൽ ഇടപെടൽ തങ്ങളുടെ നാട്ടിൽ ഉണ്ടാകണമെന്നാണ് ബംഗ്ലാദേശി സ്വദേശികളുടെ ആവശ്യം. I also want you to tell Canadians to work out something with President Trump regarding the border issues, regarding illegal immigration, or regarding the fentanyl coming. How much is coming, I don't know, but there is a lot. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ താമസിക്കുന്ന ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രകടനമായി എത്തിയാണ് ബംഗ്ലാദേശ് സ്വദേശികൾ ആവശ്യം ഉന്നയിച്ചത്. വിഷയം പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിടുന്നു എന്നാണ് ചർച്ചയ്ക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് നൽകിയ മറുപടി. Well, there was no role for our deep state. It was this is something that the Prime Minister has been working on for a long time and has been worked on for hundreds of years, frankly. I've been reading about it. But I will leave Bangladesh to the Prime Minister. 1971 സമാനമായി ശക്തമായ ഇടപെടലാണ് ബംഗ്ലാദേശ് ജനത ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.